എല്ലാവർക്കും നമസ്കാരം. വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിന് അനുയോജ്യമായ പ്ലാന്റുകളെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിന് ബയോഗ്യാസ് പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൽ ഏത് മാതൃകയാണ് ഏറ്റവും അനുയോജ്യം എന്നുള്ളത് പ്രത്യേകം പരിഗണിച്ച് അനുയോജ്യമായ മാതൃകയിലുള്ള പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്താൽ പരമാവധി ബയോഗ്യാസ് ഉൽപ്പാദനം സാധ്യമാക്കാം. അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ലഭ്യമായ വേസ്റ്റ് വാട്ടറിൻ്റെ ക്വാണ്ടിറ്റിയാണ്. എത്ര ലിറ്റർ വേസ്റ്റ് വാട്ടറാണ് ഒരു ദിവസം ബയോഗ്യാസ് ഉൽപ്പാദനത്തിന് ലഭിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി അനുയോജ്യമായ സൈസും അതിന് അനുയോജ്യമായ മാതൃകയും സെലക്ട് ചെയ്യാവുന്നതാണ്. സാധാരണഗതിയിൽ ഫ്ലോട്ടിംഗ് ഡൂം മാതൃകയിലുള്ള പ്ലാന്റുകളിലും ബയോടെക് മോഡൽ പ്ലാന്റുകളിലും ഫിക്സഡ് ഡൂം പ്ലാന്റുകളും വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കാം. എന്നാൽ ഉയർന്ന അളവിൽ വേസ്റ്റ് വാട്ടർ ഓരോ ദിവസവും ലഭ്യമാണെങ്കിൽ അതിൽ നിന്നുള്ള ബയോഗ്യാസ് ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന മാതൃകയാണ് ലഗൂൺ ഡൈജസ്റ്റേഴ്സ്. ലഗൂൺ ഡൈജസ്റ്റേഴ്സും ഒരു ഫ്ലോട്ടിംഗ് ഡൂം മാതൃക തന്നെയാണ്. അത് ഒരു വലിയ ജലാശയം പോലെ അല്ലെങ്കിൽ ഒരു കുളം അല്ലെങ്കിൽ ഒരു പോണ്ട് മാതൃകയിൽ ഒരു ടാങ്ക് നിർമ്മിച്ച് അതിനെ ഡൈജസ്റ്ററായി പ്രവർത്തിപ്പിച്ചുകൊണ്ട് അതിൻ്റെ മേൽപ്പരപ്പിൽ ഒരു ഗ്യാസ് സംഭരണി പിടിപ്പിച്ച് ആ പോണ്ടിൽ നിന്നുണ്ടാകുന്ന ആ വേസ്റ്റ് വാട്ടർ സംഭരണ ടാങ്കിൽ നിന്നുണ്ടാകുന്ന ഗ്യാസ് മുഴുവൻ സംഭരിച്ച് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാതൃകയാണ് ലഗൂൺ ഡൈജസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിന് അനുയോജ്യമായ പ്ലാന്റുകൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രധാനമായും വേസ്റ്റ് വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ചില മാതൃകകളിൽ മൈക്രോബ്സിൻ്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് പ്രത്യേക ഫിക്സഡ് ഫിലിമുകളും ഡൈജസ്റ്റിനകത്ത് ക്രമീകരിക്കാറുണ്ട്. അത് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് സ്പീഡപ്പ് ചെയ്യണമെങ്കിൽ അതിനകത്ത് മൈക്രോബ്സിൻ്റെ പ്രസൻസ് കൂട്ടേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഫിക്സഡ് ഫിലിം റിയാക്ടർ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളിൽ അടിസ്ഥാനമാക്കിയായിരിക്കും വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളുടെ ഡൈജസ്റ്റേഴ്സിനകത്ത് പ്രത്യേക ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും സിമ്പിളായിട്ട് പ്ലാസ്റ്റിക് നെറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. അതല്ലാതെ തന്നെ മാർക്കറ്റിൽ ബാക്ടീരിയ ഗ്രോത്തിന് സഹായിക്കുന്ന മീഡിയകൾ അവൈലബിൾ ആണ്. അത് സാധാരണ വേസ്റ്റ് വാട്ടറിൽ നിന്നും ബയോഗ്യാസ് റിക്കവർ ചെയ്യുന്ന പ്ലാന്റുകളിൽ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ഒരു സാവധാനത്തിൽ തന്നെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതിയെന്നുള്ള ലഗൂൺ ഡൈജസ്റ്ററുകളിൽ സാധാരണ ഇത്തരം ഫിക്സഡ് ഫിലിം റിയാക്ടേഴ്സിൻ്റെ ആവശ്യകത വരുന്നില്ല. പ്രധാനമായിട്ട് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിന് ബയോഗ്യാസ് പ്ലാന്റുകൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം വേസ്റ്റ് വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ ടൈപ്പ്, എത്ര സമയം കൊണ്ട് സംസ്കരണം പൂർത്തിയാക്കണം. ഇതിനെ അടിസ്ഥാനമാക്കി അനുയോജ്യമായ മാതൃകകളിലുള്ള ഡൈജസ്റ്റേഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. സാധാരണഗതിയിൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിക്കുമ്പോൾ അവിടെ താരതമ്യേന ഉയർന്ന അളവിൽ ബയോഗ്യാസ് ലഭിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കൂടുതലും വ്യവസായശാലകളോ ചെറുതും വലുതുമായ ഫാക്ടറികളിലോ ഒക്കെ ആയിരിക്കും ഇത്തരത്തിൽ ഓർഗാനിക് വേസ്റ്റ് വാട്ടർ അധികമായിട്ടുണ്ടാകുന്നത്. അപ്പോൾ അതിനെ സംസ്കരിച്ച് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഈ ബയോഗ്യാസ് ആ ഫാക്ടറികളിലെ തന്നെ പല ഇന്ധന ആവശ്യങ്ങൾക്കും പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അതിലേറ്റവും സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹീറ്റിംഗ് പർപ്പസിനാണ്. മറ്റ് പ്യൂരിഫിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ലാതെ ബയോഗ്യാസ് അവരുടെ ബർണറുകളിൽ ഹീറ്റിംഗ് പർപ്പസിന് ഉപയോഗിക്കാൻ സാധിക്കും. ഡ്രയറുകൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ഹോട്ട് എയർ പ്രിപ്പറേഷന് വേണ്ടി ബയോഗ്യാസ് യൂസ് ചെയ്യാം. പല ഫാക്ടറികളിലും ബോയിലേഴ്സ് ഉണ്ടാകും. അപ്പോൾ ബോയിലേഴ്സിൽ ഹീറ്റ് ആവശ്യമാണ്. ഇതിന് മറ്റ് ഫ്യൂവലുകൾ പലയിടത്തും ഡീസലോ അതുപോലെയുള്ള മറ്റ് ഫ്യൂവൽസാണ് യൂസ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ബയോഗ്യാസ് ഉപയോഗിക്കുക വഴി അത്തരം ഇന്ധനങ്ങളുടെ ഉപയോഗം വളരെ അധികം കുറയ്ക്കുന്നതിന് സാധിക്കും. ഇനി ഉള്ള മറ്റൊരു ആപ്ലിക്കേഷനാണ് ബയോഗ്യാസ് ഉപയോഗിച്ചുള്ള വൈദ്യുതി ഉൽപ്പാദനം. അങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ ഫാക്ടറിയിലെ തന്നെ വൈദ്യുതിയുടെ ആവശ്യങ്ങൾക്ക് ഗ്രിഡ് വൈദ്യുതിയോ അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങളെ അവലംബിക്കുന്നതിന് പകരം ബയോഗ്യാസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപയോഗിക്കാൻ പറ്റും. ഇനി വ്യവസായശാലകളിൽ നിലവിൽ ഡീസൽ ജനറേറ്ററുകൾ ഉണ്ടെങ്കിൽ അതിനെ ഒരു ചെറിയ മോഡിഫിക്കേഷനോട് കൂടി ബയോഗ്യാസിൽ പ്രവർത്തിപ്പിക്കുന്ന എൻജിനുകളാക്കി മാറ്റാൻ സാധിക്കും. അത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുമ്പോൾ 80-20 റേഷ്യോയിൽ അത്തരം ജനറേറ്ററുകൾ പ്രവർത്തിക്കും. അതായത് 80% ബയോഗ്യാസും 20% അതിൻ്റെ എക്സിസ്റ്റിംഗ് ഫ്യൂവൽ. ഒരു ഫാക്ടറിയിൽ ഒരു ഡീസൽ ജനറേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ഒരു മണിക്കൂറിൽ 10 ലിറ്റർ ഡീസൽ ചിലവാവുകയാണെങ്കിൽ അതിന് പകരമായിട്ട് ബയോഗ്യാസ് ഉപയോഗിച്ചാൽ ഈ 10 ലിറ്ററിൻ്റെ സ്ഥാനത്ത് ഒരു മണിക്കൂറിൽ വെറും 2 ലിറ്റർ ഡീസൽ മതിയാവും.
ബാക്കി ഫ്യൂവലായിട്ട് ബയോഗ്യാസ് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ വളരെ വിശാലമായ സാധ്യതകളാണ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ബയോഗ്യാസ് ആ സ്ഥാപനങ്ങളിൽ തന്നെ ഇന്ധനമായി ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്നത്. അത് ശരിയായ വിധത്തിൽ പ്രയോജനപ്പെടുത്തിയാൽ പ്രതിവർഷം വളരെ ഉയർന്ന അളവിൽ മറ്റ് ഇന്ധനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണം ലാഭിക്കാൻ സാധിക്കും. അത്തരത്തിൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്ത് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോജക്റ്റുകൾക്ക് താല്പര്യമുള്ളവർക്ക് ബയോടെക്കിൽ കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങളുടെ ടെക്നിക്കൽ ടീം അതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ സാങ്കേതിക സഹായങ്ങളും നൽകുന്നതാണ്. സാധാരണ ബയോഗ്യാസ് പ്ലാന്റുകളെല്ലാം ഒരു ഒറ്റ ഘട്ടമായി സംസ്കരണ പ്രക്രിയ പൂർത്തിയാക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. കൺവെൻഷണൽ മോഡലിലുള്ള നമ്മുടെ ഗാർഹിക ആവശ്യങ്ങൾക്കും സ്ഥാപനങ്ങളിൽ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റിനും ഒക്കെ ഉപയോഗിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകൾ സിംഗിൾ സ്റ്റേജ് ഡൈജഷനാണ്. അതായത് ഒറ്റ ചേംബറാണ്. വേസ്റ്റ് ഫീഡ് ചെയ്താൽ ആ ഒരു ചേംബറിൽ നിന്ന് തന്നെ സംസ്കരണ പ്രക്രിയ നടന്ന് ബയോഗ്യാസ് ഉൽപ്പാദനവും ബയോമെനുവറിൻ്റെ ഉൽപ്പാദനവും പൂർത്തീകരിക്കുന്നത്. എന്നാൽ ഒരു മൾട്ടി സ്റ്റേജ് ഡൈജസ്റ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. അതായത് മൾട്ടി സ്റ്റേജ് എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ വിവിധ ഘട്ടങ്ങളായിട്ടായിരിക്കും സംസ്കരണം പൂർത്തിയാക്കുന്നത്. ഇത്തരത്തിൽ ഒന്നിലധികം ഘട്ടങ്ങളിലൂടെ ജൈവമാലിന്യ സംസ്കരണം പൂർത്തിയാക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകളിൽ പ്രധാന സവിശേഷതകളെന്ന് പറഞ്ഞാൽ ഇത്തരം പ്ലാന്റുകളിൽ മെയിൻ ഡൈജസ്റ്ററിൽ സ്കം ഫോർമേഷൻ യാതൊരു കാരണവശാലും ഉണ്ടാകുന്നതല്ല. സ്കം ഫോം ചെയ്തു കഴിഞ്ഞാൽ അത് നീക്കം ചെയ്യുന്നതിന് ചെലവേറിയ ഒരു പ്രക്രിയയാണ്. അത് മൾട്ടി സ്റ്റേജ് ഡൈജസ്റ്ററുകളിൽ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നില്ല. രണ്ടാമത് ഉള്ള അഡ്വാൻറ്റേജ് പ്രോട്ടീൻ, ഫാറ്റ് കൂടുതലായിട്ട് അടങ്ങിയ ജൈവാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്ന, പ്രത്യേകിച്ച് അറവുശാലകൾ മത്സ്യ മാർക്കറ്റിലെയും ജൈവാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകളിൽ ഫാറ്റ് ഡീകമ്പോസ് ചെയ്ത് ഫ്രോത്ത് ഫോം ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഫ്രോത്ത് ഫോർമേഷൻ ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് ഡൈജസ്റ്ററിൻ്റെ വശങ്ങളിലൂടെ പുറത്തേക്ക് ഒഴുകുന്നതിനും പരിസര മലിനീകരണത്തിനും ഇടയാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഫോർത്ത് ഫോർമേഷൻ ഉണ്ടാകുന്നത് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി സ്ഥാപിച്ച ബയോഗ്യാസ് പ്ലാന്റുകൾ തന്നെ മലിനീകരണം ഉണ്ടാക്കുന്നതിന് തുല്യമാകും. അപ്പോൾ അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ അതിന് മൾട്ടി സ്റ്റേജ് ഡൈജസ്റ്ററുകൾക്ക് കഴിയും. മൾട്ടി സ്റ്റേജ് ഡൈജക്ഷൻ സിസ്റ്റം അഡോപ്റ്റ് ചെയ്തിട്ടുള്ള അറവുശാലകളിലും മത്സ്യ മാർക്കറ്റുകളിലും സ്ഥാപിച്ചിട്ടുള്ള മൾട്ടി സ്റ്റേജ് ഡൈജസ്റ്ററോട് കൂടിയ ബയോഗ്യാസ് പ്ലാന്റുകളിൽ ഫ്രോത്ത് ഫോർമേഷൻ ഉണ്ടാകുന്നില്ല എന്നാണ് ഇതുവരെയുള്ള പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് അധികമായുള്ള ജൈവാവശിഷ്ടങ്ങൾ സംസ്കരിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മൾട്ടി സ്റ്റേജ് ഡൈജക്ഷൻ സിസ്റ്റം അവിടെ നടപ്പാക്കിയാൽ പരിപൂർണ എഫിഷ്യൻസിയോടുകൂടി ബയോഗ്യാസ് പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് എന്തെങ്കിലും കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് മൾട്ടി സ്റ്റേജ് ഡൈജക്ഷനെ കുറിച്ച് അതിനെ തുടർന്നുള്ള മറ്റ് കാര്യങ്ങളോ എന്തെങ്കിലും അധികമായിട്ട് അറിയണമെന്നുള്ളവർക്ക് ബയോടെക്കിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങളുടെ ടെക്നിക്കൽ ടീം ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. താങ്ക് യു.